നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഗൾഫ് മലയാളികൾ വീടുണ്ടാക്കുന്നത് ജീവിക്കാനല്ല, മരിക്കാനാണ്. ഞാനിത് കേട്ടിട്ടുണ്ട് പലതവണ. ആദ്യം കേൾക്കുന്നത് നമ്മുടെ എം.എൻ. വിജയൻ മാഷിൽ നിന്നാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെ പൊടിപിടിച്ച ഒരു ചെറിയ ഹാളിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ അത് ഞങ്ങളെ ഞെട്ടിച്ചു. ആ സമയത്ത് ഞങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലായില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നതാണ് സത്യം. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി. അതിനിടയിൽ പ്രവാസം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറെ ഗൾഫ് മലയാളികളെ കാണാനുള്ള ശ്രമം നടന്നു. ആ വഴിയിൽ റിസർച്ചിനായി കുറെ കേസ് സ്റ്റഡികളെ ഒരുമിച്ച് കൂട്ടി. ഈ ശ്രമത്തിനിടയിൽ ഞാൻ എന്നോട് പലതവണ ആവർത്തിച്ചത് ഒരു കാര്യമാണ്: മാഷ് പറഞ്ഞത് എത്ര ശരിയാണ്. തന്റെ ഏറ്റവും നല്ല വർഷങ്ങൾ ഗൾഫിൽ ചിലവഴിച്ചവർ, ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ആഗ്രഹിച്ച് കാത്തിരുന്ന് സ്വന്തം വീടെന്ന സ്വപ്നം പൂർത്തിയാക്കിയവർ, അവരിൽ പലരുടെയും കൂടെ ഇരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ദീർഘനിശ്വാസത്തോടൊപ്പം പുറത്തു വരുന്ന നിരാശ കലർന്ന വാക്കുകൾ, അതൊക്കെ വിജയൻ മാഷിന്റെ വാക്കുകൾ ഓർമ്മിക്കാറുണ്ട്. ഇതൊരു വെറുമൊരു തെറ്റല്ല, ഇതൊരു പാറ്റേൺ ആണ്. പ്രവാസികൾ സ്വയം സ്വീകരിക്കുന്ന ഒരുതരം കെണി. ഇന്നത്തെ വീഡിയോയിൽ വീട് നിർമ്മാണം വൈകിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വൈകുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ തയ്യാറാണോ? അതിനുമുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അഥവാ നിങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം ഇപ്പൊ തന്നെ. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെങ്കിലും അത് കമന്റ് ചെയ്യണം. ആരുടെയെങ്കിലും മാറ്റത്തിന് അത് കാരണമായെങ്കിലോ? ഒരു വീട് വൈകി നിർമ്മിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാറുണ്ട് പലരും. സത്യം പറയട്ടെ, മിക്ക ഗൾഫ് NRKകളും ഉള്ളിൽ ഊർജ്ജമുള്ളപ്പോഴല്ല വീടുകൾ പണിയാറ്, മറിച്ച് അവർ ക്ഷീണിതരാകുമ്പോഴാണ് അവ നിർമ്മിക്കപ്പെടുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും അവർ 50കളിലും ഒരുപക്ഷെ 60കളിലുമൊക്കെ ആയിരിക്കും. പലപ്പോഴും വിരമിച്ചതിന് ശേഷമാവും ഒരു വീട് തുടങ്ങുന്നത് തന്നെ. അപ്പോഴേക്കും അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു. സ്ഥിരമായ ഒരു വരുമാന മാർഗം ഏകദേശം നിലയ്ക്കാറാവും. കുട്ടികളൊക്കെ മുതിർന്ന പഠനത്തിനോ ജോലിക്കോ ഒക്കെ ആയി വിദേശത്തേക്ക് പറന്നിട്ടുണ്ടാവും. പിന്നെ വീട്, അത് നിശബ്ദമാണ്. പൂട്ടിയ ശൂന്യമായ മുറികളാൽ നിറഞ്ഞ ഒരു കൂറ്റൻ കോൺക്രീറ്റ് ഷെൽ. പ്രായമായ രോഗികളായ 2 മനുഷ്യർ ആ വലിയ വീടിന്റെ കാവൽക്കാരായി. അങ്ങനെ സന്തോഷമില്ല, ജീവൻ ശ്വസിക്കാത്ത ഒരു ഭീമൻ ഘടന. ഇതിനായിരുന്നോ ഇത്രനാൾ വീട് എന്ന സ്വപ്നം ഞാൻ കൊണ്ടു നടന്നത് എന്ന് ഖേദിക്കുന്ന വീട്ടുടമസ്ഥൻ. ഇനി പലരും പകുതി പണിത വീടുകളിലേക്കായിരിക്കും മടങ്ങുന്നത്. വലിയ വീടുകളാണ് പലരും പണിയുന്നത്, ചുറ്റുമുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ തെളിയിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇത് നേടി എന്ന് കാണിക്കാൻ. എന്നിട്ടോ അതിന്റെ അധിക ഭാരം ഇനിയുള്ള ജീവിതത്തിൽ മുഴുവൻ താങ്ങേണ്ടി വരുന്നത് ആരാണ്? പൂർത്തിയാക്കിയ ഓരോ വീടുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും ഉള്ളിൽ ആഴത്തിൽ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്: ഈ വീട് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ്? എന്തിനാണ് ഞാൻ അതിൽ താമസിക്കാൻ ഇത്രയും കാലം കാത്തിരുന്നത്? ചിലരാവട്ടെ ഒരിക്കലും അവർ പൂർത്തിയാക്കിയ വീട്ടിലേക്ക് എത്തുന്നത് തന്നെയില്ല. ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതല്ല ഈ പറച്ചിലുകൾ. പകരം നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട്: ആരെങ്കിലും എന്നോട് ഇതൊന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ആകുകയില്ല. നമുക്കിനി കാരണങ്ങളിലേക്ക് പോകാം. അമിത ബജറ്റ് വീട് വൈകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്നാണ്. അമിത ബജറ്റ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? യഥാർത്ഥ ആവശ്യങ്ങളെ മനസ്സിലാക്കാതെ നിർമ്മിക്കപ്പെടുന്ന വീട് ഖേദം നിറഞ്ഞ ഒരു വീടാണ്. നിങ്ങളുടെ യഥാർത്ഥ ജീവിത ശൈലിയും ആവശ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാതെ ഒരു വീട് ആസൂത്രണം ചെയ്യുന്നത് അമിത ബജറ്റിലേക്കുള്ള ആദ്യ പടിയാണ്. ആവശ്യങ്ങളെ പരിഗണിക്കാതെ ഫാന്റസിക്ക് വേണ്ടി നമ്മൾ നിർമ്മിക്കുമ്പോൾ വളരെ വലുതും വളരെ ചിലവേറിയതും നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതുമായ ഒരു വീട് സൃഷ്ടിക്കപ്പെടും. ഈ അമിത ബജറ്റ് അയാളെ ഭയപ്പെടുത്തുകയും വീട് നിർമ്മാണത്തിന്റെ തുടർ നടപടികളിൽ നിന്ന് അയാളെ തടയുകയോ സാരമായ കാലതാമസത്തിന് കാരണമാക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ നിർമ്മാണം അതിന്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ നിർത്തിവെക്കാനോ അയാളെ നിർബന്ധിതനാക്കും. എന്തൊക്കെയാണ് ഓവർ ബജറ്റിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. മിക്ക ആളുകളും തന്റെ യഥാർത്ഥ ജീവിതത്തിനായി അല്ല വീടുകൾ ആസൂത്രണം ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഫാമിലി ഗ്യാതറിങ്ങിന്റെ പേര് പറഞ്ഞ് 5-6 കിടപ്പുമുറികളും 4-5 കുളിമുറികളും ഉൾക്കൊള്ളുന്ന, വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കേണ്ടി വരുന്ന മുറികളുള്ള ഒരു വലിയ സമുച്ചയത്തിന്റെ പ്ലാനും കയ്യിൽ വെച്ചുകൊണ്ട് ആലോചിച്ചാൽ ബജറ്റ് എങ്ങനെ ഓവർ ആവാതിരിക്കും? ഇനിയുള്ളത് അറബി വില്ല ഇൻഫ്ലുവൻസ് ആണ്. 80കളിലും 90കളിലും ഗൾഫിൽ വന്നവർ ഇന്നത്തെ പോലെ ഇടുങ്ങിയ വാടക ഫ്ലാറ്റുകൾ താമസിച്ചിരുന്നവരല്ല. പകരം
അറബികൾ അവർക്ക് താമസിക്കാൻ വേണ്ടി പണിത കൂറ്റൻ അറബി വീടുകൾ അല്ലെങ്കിൽ അഥവാ അറബി വില്ലകളായിരുന്നു അവരുടെ താമസ സ്ഥലം. ആ വിശാലതയിൽ വർഷങ്ങൾ താമസിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അതിന്റെ സ്വാധീനം ഉണ്ടാവും. അങ്ങനെയാണ് ഉമ്മറത്ത് ഒരാവശ്യവുമില്ലാതെ ഉയർന്നുരുണ്ട് വലിയ 2 തൂണുകളും, എന്തിനാണെന്നറിയാതെ ഉയർന്ന മേൽക്കൂരയും, കിടപ്പുമുറികൾ പോലെ വലിപ്പമുള്ള കുളിമുറികളും ഒക്കെ നമ്മുടെ പ്ലാനുകൾ കയറിപ്പറ്റിയത്. സ്വന്തമായ ഒരു വീടിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ പ്ലാനുകൾ വലുതായി പോകുന്നതിൽ എന്താണ് അതിശയം? ഫലമോ യാഥാർത്ഥ്യബോധമില്ലാത്ത ഇടങ്ങൾ, അമിത ബജറ്റ്, അനന്തമായ നിർമ്മാണ കാലതാമസം. ഇനിയുള്ളത് സോഷ്യൽ ഇൻഫ്ലുവൻസ് അഥവാ സാമൂഹിക സ്വാധീനവും വൈകാരിക സമ്മർദ്ദവും ഒക്കെയാണ്. വീടിനു വേണ്ടി വീട് വിട്ടിറങ്ങിയവനാണ് പ്രവാസി. പ്രവാസ ജീവിതത്തിലെ എല്ലാ സഹനങ്ങൾക്കും അവന്റെ ഉള്ളിൽ ഊർജ്ജം നിറച്ചത് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നമായിരുന്നു. എന്തുണ്ടാക്കി ഇനി ഇത്രനാൾ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഉള്ളിൽ കൊണ്ടു നടന്നത് അവന്റെ വീട്ടുടമസ്ഥത എന്ന സ്വപ്ന പദവിയായി. അപ്പോൾ അവന്റെ സങ്കല്പത്തിലെ വീട് എങ്ങനെ ചെറുതാവും? കടക്കാരനായാലും ശരി, അവന്റെ മനസ്സിൽ അത് വലുതായിക്കൊണ്ടേയിരിക്കും. ഈ മാനസികാവസ്ഥ നിർമ്മാണത്തെ വൈകിപ്പിക്കുക മാത്രമല്ല, അത് നശിപ്പിക്കുകയും ചെയ്യും. അടുത്ത വർഷം തുടങ്ങും എന്ന വർഷങ്ങൾ കവർന്നെടുക്കുന്ന ഒരു നുണ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. അടുത്ത കൂട്ടുകാരൊക്കെ അവരുടെ വീട് പണി തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറയും. ഈ അടുത്ത വർഷം എല്ലാ വർഷവും തുടരും. അങ്ങനെ ഈ അടുത്ത വർഷം 5 വർഷമായി മാറുന്നത് അവൻ അറിയുക പോലുമില്ല. അഥവാ അതവൻ അറിയുമ്പോഴേക്കും അവൻ 60 വയസ്സായി കഴിഞ്ഞിരിക്കും. അപ്പോഴേക്കും വീടെന്ന യാഥാർത്ഥ്യം അവന്റെ കയ്യകലത്തിൽ നിന്ന് എത്രയോ ദൂരത്തായിട്ടുണ്ടാവും. അലസത മാത്രമല്ല, അവൻ ഒരിക്കലും കൃത്യമായ ഒരു പദ്ധതിയുമില്ലായിരുന്നു. ഇനി ചിതറിപ്പോകുന്ന പണം, ഒരു തരത്തിലുള്ള കണക്ക് നോക്കുകളും ഇല്ലാതെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഗൾഫ് ജീവിതത്തിൽ നിങ്ങളുടെ കൈവശം എത്ര പണം വന്നുവെന്നും നിങ്ങൾ എത്ര എവിടെ ചിലവഴിച്ചുവെന്നും കൃത്യമായി അറിയാമോ? ഒരാഴ്ച കയ്യിൽ വന്നു പോകുന്ന ചിലവാക്കിയ പൈസ എത്രയെന്ന് എഴുതി കൂട്ടി നോക്കിയിട്ടുണ്ടോ? ഒരു മാസത്തെ ആദ്യ ശമ്പളം വാങ്ങിയത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? അതുമുതൽ ഇന്ന് വരെ ആകെ നമ്മുടെ കയ്യിൽ വന്നത്, ചിലവാക്കിയത് എത്രയായിരിക്കും? ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ്, മണി മാനേജ്മെന്റ്, ഈ ടേമിനെയൊക്കെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ തിരികെ പോകാനുള്ള സാഹചര്യവും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, തീർച്ച. ഇല്ലെങ്കിൽ ഇന്നു മുതൽ അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അപകടം മണക്കുന്നുണ്ട് സാർ. അധിക NRKകളും ഒരു പ്ലാനുമില്ലാതെ, സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ, വീടെന്ന ഒരാശയവും ഉള്ളിലില്ലാതെ പണം അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. വളരെ വൈകിയെന്നവർ മനസ്സിലാക്കുന്നത് വരെ അവർ എല്ലാം ശരിയായി ചെയ്യുന്നുവെന്ന് സ്വയം കരുതുകയാണ്. ഗൾഫ് NRKകളുടെ 2 വിഭാഗങ്ങളുണ്ട്, എയും ബിയും എന്ന് നമുക്ക് വിളിക്കാം. എല്ലാ NRKകളും പരാജയപ്പെടുന്നില്ല. ഗൾഫുകാർ എല്ലാം വീട് വയ്ക്കാത്തവരോ ഭാവി പ്ലാൻ ചെയ്യാത്തവരോ അല്ല. ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരിൽ പോലും ജീവിതം മനോഹരമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയവരുണ്ട്. അപ്പോൾ 2 കാറ്റഗറിയാണുള്ളത്. വിജയിച്ച വീടുണ്ടാക്കിയ സെറ്റിലായ വിഭാഗത്തെ A കാറ്റഗറി എന്നും അതല്ലാത്തവരെ B കാറ്റഗറി എന്നും വിളിക്കാം. അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? അതിനെപ്പറ്റി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. A വിഭാഗത്തിന് മാർഗനിർദ്ദേശം നൽകാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അച്ഛനാവാം, മുതിർന്ന ഒരു ജ്യേഷ്ഠനാവാം, അമ്മാവനാവാം, ചിലപ്പോൾ സമപ്രായക്കാരനായ ഒരു കൂട്ടുകാരൻ പോലും ആവാം. ഗൾഫിലെത്തി കുറെ സ്ട്രഗിളുകൾക്ക് ശേഷം ഒരു നല്ല ജോലിയിലേക്ക് അവൻ പ്രവേശിച്ച് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഈ ഗൈഡ് അഥവാ അവന്റെ അൺഒഫീഷ്യൽ ലൈഫ് കോച്ച് മിക്കവാറും അവന്റെ അച്ഛനാവും. അവന്റെ ശമ്പളവും മറ്റു വരുമാന സാധ്യതകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. എന്നിട്ട് അടുത്ത ഒരു പ്ലോട്ടിന്റെ, ഒരു പറമ്പിന്റെ കഥ അവതരിപ്പിക്കും. വലിയ ലാഭത്തിൽ കിട്ടും, ഇത്ര വില കുറിച്ച് ഇനി പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിപ്പിക്കും. എന്നാലും ഈ മകൻ, എനിക്ക് മാസം ഇത്രയേ ശമ്പളമുള്ളൂ, ഇത്ര വലിയ തുക ഈ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ കൊടുക്കുമെന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ഈ ബെൻഡർ വിടൂല. അങ്ങനെ മറ്റു മാർഗമില്ലാതെ അവൻ കമ്മിറ്റഡ് ആവും. കൂടെ ജോലി ചെയ്യുന്നവരോട് കടം മേടിച്ചും കുറിക്ക് ചേർന്നും ബന്ധുക്കളോട് സഹായം ചോദിച്ചുമൊക്കെ അവൻ അത് പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കും. അങ്ങനെ അവന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവർ ഇടപെടും, അഥവാ അവൻ അവരെ അനുസരിക്കും. ഇനി B കാറ്റഗറിയെ കുറിച്ച് ഞാൻ വിശദീകരിക്കണോ? അത് തന്നെ. ഒരു ഗൈഡ് ലൈനോ മെന്ററോ വ്യക്തതയോ അവനുണ്ടാവില്ല. ഒരു പ്ലാനുകളും പദ്ധതികളും അവൻ അറിയില്ല. തോന്നുന്നതെല്ലാം ചെയ്യും. ഇതിനിടയ്ക്ക് എന്തെല്ലാമോ നടക്കും. വിവാഹം, കുടുംബം, വാടക വീട്, അങ്ങനെ മുന്നോട്ട് പോകും. ഭാഗ്യത്തിന് ഇടയ്ക്ക് വെച്ച് ഒരു മെന്ററെ അവൻ കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതാവസാനം വരെ അവൻ ഇങ്ങനെ തന്നെ പോകും.
സത്യം, മിക്ക NRKകൾക്കും കഴിവുണ്ട്, പക്ഷേ വ്യക്തതയില്ല. പ്രശ്നം പണമല്ല, മാർഗനിർദ്ദേശത്തിന്റെ അഭാവമാണ്. സംവിധാനമില്ല, ആസൂത്രണവുമില്ല. ഇനി ഈ കാലതാമസത്തിന് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് വില കൊടുക്കേണ്ടി വരും എന്നറിയാമോ? ഒരു വീടാകുമ്പോഴേക്കും ശാരീരികാരോഗ്യം മാത്രമല്ല, മാനസിക ശക്തിയും ദുർബലമാവും. കുടുംബം, സമാധാനം, സാന്നിധ്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല വർഷങ്ങൾ അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. വർഷങ്ങളോളം വാടകയ്ക്ക് പാഴാക്കുന്ന പണം, അതിനിടയ്ക്ക് പരിഭ്രാന്തിയിൽ എടുത്ത വായ്പാ ബാധ്യതകൾ നിങ്ങളുടെ സമാധാനത്തെ തിന്നുതീർത്തുകൊണ്ടേയിരിക്കും. അവസാനം അസ്വസ്ഥമാക്കപ്പെടുന്ന ഒരു വീടിനുള്ളിൽ കഴിയേണ്ടി വരുന്നവന്റെ ഖേദം അത് കൂടെ ഉണ്ടാവും. വീട് നിർമ്മിക്കാൻ റിട്ടയർമെന്റ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. 60 വയസ്സ് വരെ, 50 വയസ്സ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടത്. നിങ്ങളെ തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ 60 ലക്ഷം മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാർ, കിടപ്പുമുറികളും എല്ലായിടത്തും ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റും വേണ്ട. നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് ഇതാണ്. സമൂഹം നിങ്ങളോട് ആവശ്യപ്പെടുന്നതല്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് നിർവചിക്കുന്നതിനുള്ള ഒരു സെൽഫ് അസസ്മെന്റ് പ്രോഗ്രാം. അതുവഴി നിങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കും. പ്രായോഗികവും വ്യക്തിപരവും വ്യക്തവുമായ ഗോളുകൾ സെറ്റ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് താങ്ങാനാവുന്ന ബുദ്ധിപൂർവമായ ഒരു ബജറ്റ്, സ്വന്തം കൈരേഖ പോലെ ലളിതവും വ്യക്തവുമായ ഒരു റോഡ് മാപ്പ്, പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനുള്ള സമയബന്ധിതമായ മൈൽ സ്റ്റോണുകൾ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കൃത്യമായ ഒരു സിസ്റ്റം, ആ പാതയിലൂടെ സഞ്ചരിച്ചവരിൽ നിന്നുള്ള മാർഗനിർദ്ദേശം, നിങ്ങളെ പിന്തുണയ്ക്കുന്ന, സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഇതെല്ലാം ചേർന്ന ഒരു ഈക്കോ സിസ്റ്റമാണ് പ്രവാസികൾ. നിങ്ങളെപ്പോലെയുള്ള ഗൾഫ് NRKകളെ സഹായിക്കാൻ. ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നുവെങ്കിൽ, ഒരു വർഷം കൂടി കാത്തിരിക്കരുത് എന്ന് തോന്നുന്നുവെങ്കിൽ, ഭാവിയെ ഗൗരവമായി കാണുന്ന ആളാണെങ്കിൽ 15 മിനിറ്റ് ഫ്രീ ക്ലാരിറ്റി കോൾ ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രീ ജോയിൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാവണം. അറിയുക, വൈകി നിർമ്മിച്ച വീട് ഒരു സമ്മാനമല്ല, അതൊരു വിടവാങ്ങലാണ്. നിങ്ങൾ മറ്റുള്ളവർക്കായി ഇതിനകം വളരെയധികം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായി എന്തെങ്കിലും നിർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും പ്രവാസിതവുമായി കണക്ട് ചെയ്യാനും ഗ്രൂപ്പിൽ അംഗമാവണം.